ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുമ്പോൾ അതിലുണ്ടായ കുട്ടികൾക്ക് പോലും അത് വലിയ പ്രയാസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മാനസിക സംഘർഷത്താൽ പല കുട്ടികളും നമുക്കറിയാം വിദ്യാലയങ്ങളിലേക്ക് വരുമ്പോൾ പ്രയാസപ്പെട്ട് ടെൻഷനിലൂടെയാണ് പല മക്കളും സ്കൂളിലും മദ്രസയിലും വരുന്നത്. രാവിലെ വരുമ്പോൾ അവർക്ക് ടെൻഷനാണ്. കാരണം എന്താ? അവർ തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ ഉമ്മയും ഉപ്പയും വഴക്ക് കൂടുന്നത് കണ്ടിട്ടാണ് വരുന്നത്. ഇത് മനസ്സിലെപ്പോഴും വലിയൊരു പ്രയാസമായി ആ മക്കൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് പ്രശ്നങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്ന ഒരവസ്ഥാവിശേഷം പല വീടുകളിലും കണ്ടുവരുന്നു. ഇതൊക്കെ ഒരു പരിധിവരെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്നുള്ള പിശക് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ അടുക്കൽ നിന്നുള്ള പിശക് കാരണമായിരിക്കാം. ഇവരുടെ രണ്ട് പേരുടെയും ഭാഗത്ത് നിന്ന് പൊട്ടലുകളും ചീറ്റലുകളുമൊക്കെ സംഭവിക്കാനുള്ള കാരണങ്ങൾ പലതുമുണ്ടാവാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം സുദൃഢമാകാൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉറപ്പ് അത് ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പലരും ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും വീട്ടിൽ നടക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളൊക്കെ ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ചെയ്യാത്തവരാണ് പലരും. ഭർത്താവിനുണ്ടാകുന്ന സന്തോഷങ്ങളാവട്ടെ, പ്രയാസങ്ങളാവട്ടെ, ജോലി സംബന്ധമായ കാര്യങ്ങളാവട്ടെ, എന്തും അത് ഭർത്താവ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് ഭാര്യയോട് ഒരു ചർച്ച ചെയ്യുക, ഇങ്ങനെ ചെയ്തൂടെ എന്നുള്ള ഒരു കാര്യം ഭർത്താവിനോടൊന്ന് ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യയോടൊന്ന് കൂടിയാലോചന നടത്തുക, ഇത് ഭർത്താവ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഭാര്യയും വീട്ടിലുള്ള പല കാര്യങ്ങളാവട്ടെ, വിരുന്നു പോകുന്ന കാര്യങ്ങളാവട്ടെ, മക്കളുടെ കാര്യങ്ങളാവട്ടെ, അതൊക്കെ സ്വമേധയെ സ്വന്തം ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യുക. ഭർത്താവിനോട് അതിനെക്കുറിച്ചുള്ള സമ്മതങ്ങളോ അല്ലെങ്കിൽ ചർച്ച ചെയ്യലുകളോ ഒന്നും നടക്കാത്ത ഒരു അവസ്ഥ. ഇത് ഒരു പരിധിവരെ കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സ്നേഹബന്ധം ഉണ്ടാവുക? ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭാര്യ ജീവിക്കുമ്പോഴാണ് ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടമുണ്ടാവുകയുള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്നുള്ള, എൻ്റെ ഭർത്താവ് ഈ ഒരു രീതിയിലായിരിക്കണമെന്ന് ഭാര്യയ്ക്കൊരാഗ്രഹമുണ്ടായിരിക്കും. തന്നെ സ്നേഹിക്കുന്ന, തന്നോട് എപ്പോഴും വർത്തമാനങ്ങൾ പറയുന്ന, തമാശകൾ പറയുന്ന, എല്ലാ കാര്യത്തിലും ഇടപഴകുന്ന, എന്നോടൊപ്പം ഉണ്ടാകുന്ന, എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലുമൊക്കെ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കടം തീരും, എൻ്റെ പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളൊരു ചുറ്റുപാടിലേക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഒരു ബന്ധം അത് എന്നാണോ എത്തുന്നത്, അന്ന് വരെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിക്കും. ഇന്ന് നമ്മുടെ വീടുകളിൽ പലതിലും അങ്ങനെയാണ്. ഭർത്താവ് ഭാര്യ ഉണ്ട്, എന്നാൽ ഈ ഭാര്യയെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭാര്യയോട് പെരുമാറേണ്ടത്, ഇതൊന്നും അറിയാത്തവരെ പോലെയാണ്. അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അത് ചെയ്യാത്തവരാണ്.
തൻ്റെ ഭാര്യയോട് നല്ല സന്തോഷത്തിൽ സംസാരം, നമ്മൾ നാട്ടിലൊക്കെ എല്ലാവരോടും നല്ല രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോട് ഗൗരവ രീതിയിലുള്ള ഒരു പുഞ്ചിരി പോലും സമ്മാനിക്കാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഒരു ചുറ്റുപാടിൽ പോവുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്ത് സ്നേഹമാണ് ഉണ്ടാവുക? നമ്മോട് എല്ലാ നിലക്കും സഹകരിച്ച് സന്തോഷത്തിൽ കളിച്ചിരി തമാശകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും തൻ്റെ ഭർത്താവിനോട് പറയാൻ പറ്റുന്നൊരവസ്ഥാവിശേഷത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയിൽ ഭാര്യയും ഭർത്താവും എത്തുന്നുണ്ടെങ്കിൽ അതിലാണ് സന്തോഷമുണ്ടാവുക. ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നടക്കേണ്ടത്. തൻ്റെ ഭാര്യ ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി ഓരോ ഭർത്താക്കന്മാർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഭർത്താവിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി ആ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുക്കുകയും, തെറ്റായ കാര്യങ്ങളിൽ എന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഭർത്താവിന് നമുക്ക് ഹലാലായ എന്തെല്ലാം രീതികളുണ്ടോ, എന്തെല്ലാം അവസ്ഥകളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഭർത്താവിന് വാങ്ങിക്കൊടുക്കുക. ഭർത്താവുമായി അതും ആ രീതിയിലുള്ള ഒരു പെരുമാറ്റങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുക. നമ്മുടെ വീടുകളിലൊക്കെ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയാണ്? അവർ പുറത്തേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് അവർ പുറത്തിറങ്ങും. പക്ഷേ സ്വന്തം വീട്ടിലേക്ക് തൻ്റെ ഭർത്താവ് വരുമ്പോൾ ഒരു ഭാര്യയുടെ അവസ്ഥ എങ്ങനെയാണ്? മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അടുക്കളയിൽ ഉപയോഗിച്ച, അവിടെ ജോലിക്ക് വേണ്ടി ഉപയോഗിച്ച അതേ വസ്ത്രത്തിൽ അന്ന് കിടപ്പറയിൽ കിടക്കുന്നൊരവസ്ഥാവിശേഷം. ഇങ്ങനെയാണ് പല സ്ത്രീകളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് അതാവൂല. ഇത് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കുപോക്കുകൾ ഭാര്യ നടത്തണം. ഭർത്താവിൻ്റെ പല സ്വഭാവങ്ങളും ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. ഉദാഹരണം, സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ വാസനയും മറ്റും പല സ്ത്രീകൾക്കും ഇഷ്ടമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഭാര്യയുടെ അടുക്കിലേക്ക് സിഗരറ്റ് വലിച്ചുകൊണ്ട് അതിൻ്റെ വാസനയുമായിട്ട് ഒരു പെണ്ണിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ പെണ്ണ് എത്രത്തോളം ആ ഭർത്താവിനെ ഇഷ്ടപ്പെടും? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ കണ്ടറിയുകയും നല്ല രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, ഭാര്യ ഭർത്താവിനെ അറിഞ്ഞുകൊണ്ട്, ഭർത്താവ് ഭാര്യയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും സംഭവിക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് പല ഭർത്താക്കന്മാരും അന്യ പെണ്ണുങ്ങളുമായി ഒളിച്ചോടുവാനും തെറ്റായ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സ്ത്രീകളിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമ്പോൾ, സ്നേഹം എന്നുള്ളത് തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതാണ്, അത് ഇല്ലാതിരിക്കുമ്പോൾ എവിടെ നിന്ന് സ്നേഹം കിട്ടുമോ? അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും ബന്ധം സ്ഥാപിച്ച പുരുഷനാണെങ്കിലും ആ പുരുഷനിൽ നിന്ന് സ്നേഹം കിട്ടുന്നുണ്ട് എങ്കിൽ ആ പെണ്ണ് അങ്ങോട്ട് ചാഞ്ചാടാൻ, ആ പെണ്ണ് അങ്ങോട്ട് ആ പുരുഷനുമായി ഇടപഴകുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിധിവരെ ഇത്തരം ഒളിച്ചോടലുകളും മറ്റും ഒക്കെ നടക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് പോറലുകൾ ഉണ്ടാകുമ്പോഴാണ്, അതിലുണ്ടാകുന്ന വിള്ളലുകൾ സംഭവിക്കുമ്പോഴാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഭാര്യ ഭർത്താവിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ ആ ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹം പങ്കിടുകയും മറ്റുള്ള ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഭർത്താവും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെ കണ്ടറിയുക, ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുകയും അതുപോലെ ഭാര്യയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഭർത്താവും എത്തിച്ചേരുക. ഇങ്ങനെയാകുമ്പോൾ ആ കുടുംബ ബന്ധത്തിലൊരു സന്തോഷമുണ്ടാകും, ആ കുടുംബ ബന്ധത്തിൽ ഒരു ഐക്യമുണ്ടാവും, ഒരു ഉറപ്പുണ്ടാവും. അങ്ങനെയാകുമ്പോഴാണ് ആ കുടുംബം സന്തോഷകരമായ രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. മനസ്സിലെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അന്നത്തെ ദിവസം മുഴുവനും ആ കുട്ടി അത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ ഉമ്മയും ഉപ്പയും ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാക്കി ചീത്ത വിളിച്ചുകൊണ്ട്, എന്താ എൻ്റെ വീട്ടിൽ എനിക്കൊരു സമാധാനമില്ലല്ലോ എന്ന് ഈ മക്കൾ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയ്ക്കോ എന്തെങ്കിലും വിഷമകരമായ കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ തന്നെ അത് മക്കളെ മുമ്പിൽ ഒരിക്കലും പറയരുത്. അത് നമ്മുടെ മക്കൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.